തുർക്കിയുടെ അയൽപ്പക്കത്ത് ഇന്ത്യൻ നാവികസേനയുടെ വലിയ മുന്നേറ്റം നടത്തുമ്പോൾ പാകിസ്ഥാന്റെ സുഹൃത്ത് എർദോഗന് വലിയ പ്രശ്നം. മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ സഖ്യത്തെ നേരിടാൻ ഗ്രീസ്, സൈപ്രസ്, ഇസ്രയേൽ എന്നിവയുമായി ഒരു പുതിയ അച്ചുതണ്ട് വികസിപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചു. പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള വളർന്നുവരുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തെ ചെറുക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കത്തിൽ ഇന്ത്യ തുർക്കിയുടെ എതിരാളികളുമായി കൂടുതൽ അടുത്ത പ്രതിരോധ ബന്ധം കെട്ടിപ്പടുക്കുകയാണ്. ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഗ്രീക്ക്, സൈപ്രസ് എന്നീ രാജ്യങ്ങളുമായി സംയുക്ത അഭ്യാസങ്ങൾ നടത്തി. ഇന്ത്യ എങ്ങനെയാണ് തുർക്കിയെ വട്ടമിടുന്നത്? വിശദാംശങ്ങൾ പ്രകാരം ഇന്ത്യൻ നാവികസേനയുടെ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റായ INS ത്രികാന്ത് സലാമിസിൽ വിന്യസിക്കുകയും സെപ്റ്റംബർ 17-18 തീയതികളിൽ മിർട്ടോൺ കടലിൽ 3 ഗ്രീക്ക് നാവികസേനയുടെ കപ്പലുകളുമായി നാവിക അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നീട് ഇന്ത്യൻ യുദ്ധക്കപ്പൽ ലിമാസോളിലെ ഒരു തുറമുഖത്തെത്തി. സെപ്റ്റംബർ 24 തീയതി സൈപ്രസ് നാഷണൽ ഗാർഡ് നേവിയുടെ കപ്പലുകളുമായി സമാനമായ അഭ്യാസങ്ങൾ നടത്തി. ഗ്രീക്ക് സിറ്റി ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗ്രീക്ക്, സൈപ്രസ് യുദ്ധക്കപ്പലുകളുമായുള്ള ഇന്ത്യൻ നാവികസേനയുടെ സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായ കാര്യങ്ങളിൽ തുർക്കിയുടെ ഇടപെടലിനെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് ഇസ്ലാമാബാദുമായുള്ള അങ്കാറയുടെ അടുത്ത സൈനിക സഹകരണത്തെക്കുറിച്ചുള്ള ന്യൂഡൽഹിയുടെ അതൃപ്തികളെ പ്രതിഫലിപ്പിക്കുന്നു. മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ സഖ്യത്തെ നേരിടാൻ ഗ്രീസ്, സൈപ്രസ്, ഇസ്രായേൽ എന്നിവയുമായി ഒരു പുതിയ അച്ചുതണ്ട് വികസിപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. തുർക്കിയുമായുള്ള പാകിസ്ഥാന്റെ പ്രതിരോധ പങ്കാളിത്തത്തിന് മറുപടിയായി ഗ്രീസ്, സൈപ്രസ്, അർമേനിയ എന്നിവയുമായുള്ള പ്രതിരോധ ബന്ധം ന്യൂഡൽഹി വർദ്ധിപ്പിച്ചു. അതേസമയം അങ്കാറയുടെ ആക്രമണാത്മക നിലപാട് സൈപ്രസ്, ഗ്രീസ് തുടങ്ങിയ അയൽ രാജ്യങ്ങളെ ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഗ്രീസിനെതിരായ ആക്രമണത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യ അടുത്തിടെ കിഴക്കൻ മെഡിറ്ററേനിയനിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു. തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട്? മെയ് മാസത്തിലെ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ചൈന, അസർബൈജാൻ എന്നിവയ്ക്കൊപ്പം തുർക്കിയും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യക്കെതിരെ സജീവമായി ഉപയോഗിച്ച ബെയ്രക്തർ TB2 പോലുള്ള നൂതന സൈനിക ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യത്തിന് നൽകിയത് തുർക്കിയാണ്. തുർക്കിയുടെ പഴയ പ്രതാപം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ആധുനിക പതിപ്പ് പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്ലാമിക ലോകത്ത് അങ്കാറയുടെ സ്വാധീനം വികസിപ്പിക്കുന്നതിനുമുള്ള തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗന്റെ സ്വപ്നത്തിലാണ് പുതുക്കിയ പാകിസ്ഥാൻ തുർക്കി ബന്ധങ്ങൾക്ക് പിന്നിലെ സത്യം എന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു.